ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞിരുന്ന ആ വീടിൻ്റെ വിഷയം തന്നെയാണ്. ഇത് കണക്ക് നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെപ്പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് താനുണ്ടെങ്കിൽ ഇത് കണക്ക് ഈ വിഷയം ഭയങ്കര വലുതായിട്ട് പോകാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. താനുണ്ടെങ്കിൽ ഒരിക്കലും ഇത് കണക്കുള്ള കംപ്ലയിൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഇത് കണക്കുള്ള കാര്യങ്ങൾ വന്നു തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതോടെ തന്നെ താനുണ്ടെങ്കിൽ ആ വീട്ടിലൊന്നും താമസിക്കുന്നില്ല. വല്ലപ്പോഴും വേണം പോയി താമസിച്ചാലേ ഉള്ളൂ. താൻ കൊല്ലത്ത് തന്നെയാണെന്നുള്ള രീതിയിലായിരുന്നു ഇത് കണക്ക് ആ കിച്ചു വീഡിയോയിൽ ഇത് കണക്ക് പറഞ്ഞിരുന്നത്. ഇത് കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് ഇത് കണക്ക് പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് കണക്ക് എവനൊരു നട്ടൽ വേണമെന്നുള്ള രീതിയിലാണ്. ഇത് കണക്ക് ഒരു കാര്യത്തിൽ ഉറച്ച് നിൽക്കണം. ഇപ്പോൾ എവനും ആ ഇളയ കൊച്ചുമാണ് ഈ വീടിൻ്റെ ഉടമസ്ഥരും അതോടെ തന്നെ ഈ പുരയിടത്തിൻ്റെയും കാര്യം. അതല്ലാതെ ബാക്കിയുള്ളവരൊക്കെ ചുമ്മാ അവിടെ താമസിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവരുടെ പേരിലാണ് ആ വീടും പുരയിടമൊക്കെ ഉള്ളത്. സോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഇവർ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് മതി, അല്ലെങ്കിൽ ഇതിൽ വേറെ ആരും ഇനി വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു കാര്യമില്ല. ഇപ്പോൾ രേണുവിൻ്റെ അടുത്ത് പറയുകയാണ് ഇത് ഞങ്ങൾക്ക് തന്ന വീടും പുരയിടമാണ്, ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട ഒരു കാര്യമില്ല, ഇത് ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി ഇത് കണക്ക് രേണുവിനും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഈ കുഴപ്പം ഇത്രയും ദൂരം വരെ പോകത്തില്ലായിരുന്നു. അതിന് പകരം ഉണ്ടെങ്കിൽ അതും പ്രത്യേകിച്ചൊന്നും പറയാതെ വല്ല വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിലൊരു 2 സെക്കൻഡ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മൈൻഡൊന്നും ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഇതിനകത്തുള്ളൊരു കാര്യം അവൻ്റെ ഒരു കൂട്ടുകാരൻ കൂടെ ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടുകാരനെങ്കിലും അവൻ്റെ അടുത്തുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാപ്പിച്ചാൽ മതിയായിരുന്നു. കുറച്ച് ഇതിനകത്തുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഈ പ്രശ്നം എപ്പോഴേ തീർന്നേനെ.